ഗൈസ്, അപ്പം നമുക്കിന്നൊരു അടിപൊളി ടു ഡു ലിസ്റ്റ് നോട്ട് പാഡ് ഉണ്ടാക്കണം. നോർമലി നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ഓരോ ഷീറ്റ് അല്ലെങ്കിൽ പേപ്പറൊക്കെ ആയിട്ട് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കലല്ലേ പരിപാടി. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ഇതുപോലെ നോട്ട് പാഡ് ആക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൗച്ചിൽ അല്ലെങ്കിൽ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകാം. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതൊരു A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 പീസ് കിട്ടും. ഇങ്ങനെ നമ്മൾ 2 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ആ ലൈൻസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്ലവേഴ്സോ ഫ്രൂട്ട്സോ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ A4 ഷീറ്റ് ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കേണ്ട കേട്ടോ. നമ്മൾ നോർമൽ നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്താലും മതി. ഇനി നമുക്ക് എന്താക്കാം, എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സും അതുപോലെ തന്നെ കുറച്ച് ലൈൻസും വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 6-7 എണ്ണമൊക്കെ എഴുതാൻ പറ്റിയ ടൈപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക, മുകളിൽ ഫെവിക്കോൾ തേച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കണം കേട്ടോ. എന്നാൽ ഉണങ്ങി കിട്ടിയാലേ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളത് ക്ലിപ്പ് ചെയ്തൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് എന്താക്കാം, ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താക്കുക, നേരത്തെ ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു ടു ഡു ലിസ്റ്റ് ഇല്ലേ, അതെടുത്തിട്ട് ഇതിൻ്റെ മുഖത്തോട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ടു ഡു ലിസ്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പേര് വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇനി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇല്ലയെന്ന് എഴുതിയിട്ട് ചെയ്യാൻ നിൽക്കേണ്ട, എന്തെങ്കിലും പടം വരച്ചു കൊടുത്താലും മതി. അപ്പോൾ സംഭവം ഇതുപോലെയാണ്. ഇതുപോലെ എന്തെങ്കിലും എഴുതിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.